വെൽക്കം ടു ടെക് ട്രിക്സ്. നമ്മൾ ഇന്ന് ഇവിടെ റിയൽമിയുടെ ലേറ്റസ്റ്റ് ബാൻഡായ റിയൽമി ബാൻഡ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ബാൻഡ്. ഇത് ലാർജ് കളർ ഡിസ്പ്ലേ ആണ്. പിന്നെ റിയൽ ടൈം ഹെർട്ട് റേറ്റ് മോണിറ്റർ ആണ്. പിന്നെ കേബിൾ ഫ്രീ ചാർജിങ് ആണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ആപ്പ് നോട്ടിഫിക്കേഷൻ, ആപ്പിൽ ഏത് വാട്സാപ്പ് മാതിരി ഇൻസ്റ്റാഗ്രാം അതേമാതിരി ഓരോ ആപ്പിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസിന് സപ്പോർട്ടാണ്. പിന്നെ സ്പോർട്സ് ഡിക്റ്റേഷൻ ട്രാക്കിംഗ് സപ്പോർട്ടാണ്. പിന്നെ IP68 വാട്ടർ പ്രൂഫാണ്. IP68 എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇതിന് പ്രൈസ് വരുന്നത് 3000 ആണ്. ആമസോണിൽ 1000 സംതിങ്ങിന് കിട്ടുന്നുണ്ട്. ഇത് ബ്ലാക്ക് ആണ്. സോ നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് കാണാം. ഇത് വേണമെങ്കിൽ ആമസോണിൽ കിട്ടും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ റിയൽ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡൊക്കെ. കിടക്കട്ടെ. ഇതാണ് ബാൻഡ്. ഇത് കാണാം. എൻ്റെ ഡിസ്പ്ലേൻ്റെ സ്റ്റിക്കറാണ്. സോ നമുക്കിത് നോക്കാം. സോ ഇത് ഓൺ ആക്കണമെങ്കിൽ ആദ്യം ഇതിൻ്റെ ഈ സ്ട്രാപ്പ് ഉണ്ട്, ചാർജിങ് സ്ട്രാപ്പ്, ഇതൊന്ന് പ്ലഗിൽ കുത്താം. ഒന്ന് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ഇതേമാതിരത്തെ ഒരു പ്ലഗിൽ ഈ ഒരു രൂപത്തിൽ കുത്തി കൊടുക്കുക. മനസ്സിലായല്ലോ? ഇനി കുത്തിയിട്ട് ഞാൻ ഓണാക്കിയിട്ട് കാണിച്ചു തരാം. ശേഷം ഇത് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതാണ് റിയൽമിയുടെ ബാൻഡ്. നിങ്ങൾക്ക് കാണാം. ഓരോന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതതിൻ്റെ സ്ക്രീന്. വാച്ച് ഫേസ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് സ്പോർട്സ്, അതിൻ്റെ സ്റ്റാറ്റസാണ് കാണിക്കണത്. ഇത് സ്റ്റെപ്സ്, ഇത് പിന്നെ കലോറീസ്. ഇതിന്മേൽ ടച്ച് സ്ക്രീൻ ഇല്ല, അത് മൊത്തം ബട്ടനാണ്. ഇത് അതിൻ്റെ മീറ്ററും ഡ്യൂറേഷനൊക്കെയാണ്. അടുത്തത് ഇതിൻ്റെ ബീപ്പിൻ്റെയാണ്. ഇതിൻ്റെ സെൻസർ, ഇതാണ് ഇതിൻ്റെ സെൻസർ. പിന്നെ ക്രിക്കറ്റ് മോഡുണ്ട്, യോഗ, റൺ, പിന്നെ എബൌട്ട്. ഇതാണ് ട്രേഡ് മാർക്കും മോഡൽ നമ്പറും പ്രൊഡക്റ്റ് നെയിമും ഇതൊക്കെയാണ്. ഇതാണ് അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച്. ഇതിപ്പോൾ വേർഷൻ 6 ആണ്. ഇപ്പോൾ വേർഷൻ 8 ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഫോൺ വെച്ച് കാണിച്ചു തരാം. ഇത് പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം റിയൽമി ലിങ്ക് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒരു ലൊക്കേഷനൊക്കെ ചോദിക്കുക. അപ്പോൾ ലൊക്കേഷൻ ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് ബാക്ക് അടിക്കുക. അപ്പോൾ ഇതിപ്പോൾ ആദ്യം മൊബൈൽ ഡാറ്റ ഓണാക്കിയതിന് ശേഷം ലൊക്കേഷനൊക്കെ ഓണാക്കുക. അപ്പോൾ അവർ എവിടെ സ്ഥലം എന്നുള്ളത് ഉണ്ടാകും. അത് നമ്മൾ ഇന്ത്യ എന്നുള്ളത് ഇന്ത്യയിലുള്ളവർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഒരു പ്ലസിൻ്റെ ചിഹ്നം കാണാം, അത് അമർത്തി കൊടുക്കുക. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ അതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ന്യൂ യൂസേഴ്സ് ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ ആരെങ്കിലും കയ്യിൽ റിയൽമിൻ്റെ ഈ ആപ്പ് രജിസ്റ്റർ ചെയ്തെങ്കിൽ പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ട, പിന്നെ ലോഗിൻ ചെയ്താൽ മതി. സോ എന്നിട്ട് അതിന് ശേഷം ലിങ്ക് ഡിവൈസ് എന്നുണ്ടാവും, അത് അമർത്തുക. സോ ബാൻഡ് ഉണ്ട്, വാച്ച് ഉണ്ട്, റിയൽമിൻ്റെ വാച്ച് ഉണ്ട്, പിന്നെ അതിൻ്റെ ബഡ്സുകളാണ്. സോ നമുക്ക് നമ്മളെ ബാൻഡാണ്. സോ മാനുവലി
ആഡഡ് ചെയ്യുക, അല്ലെങ്കിൽ നിയർ ബൈ ഡിവൈസ് അങ്ങനെ ആണെങ്കിൽ ഒന്ന് മീൻസ് സെർച്ച് ചെയ്തിട്ട് എടുക്കുക. പക്ഷേ ഞാൻ മാനുവലി ആഡ് ചെയ്യാൻ പോവാണ്. സെർച്ചിങ് പെട്ടെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ട് റിയൽമി ബാൻഡ്. ഇതാണ് ആ റിയൽമി ബാൻഡ്. സോ ഒന്ന് ടച്ച് ചെയ്യാം. ഇപ്പോൾ കണക്റ്റിംഗ് എന്ന് കാണിക്കും. സോ അതിന് ശേഷം ആക്ടിവേറ്റിംഗ് കൺഫർമേഷൻസ് നോക്കും. അപ്പോൾ ഇതിലും കാണിക്കും. അപ്പോൾ ടച്ച് ശേഷം റിയൽമി ബാൻഡ് എന്ന് കാണാം, അത് അമർത്തി കൊടുക്കുക. സോ കണക്റ്റിങ്ങിലാണ്. അതിനുശേഷം ആക്ടിവേറ്റിംഗ് കൺഫർമേഷൻ പെട്ടെന്ന് വേണം. ടച്ച് ആൻഡ് ഹോൾഡ് ദ ബട്ടൺ, ഒന്ന് തൊടുക, അമർത്തി കൊടുക്കുക. ഒന്നും കൂടി റീബിൻഡ് ചെയ്യാം, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആക്ടിവേറ്റിംഗ് കൺഫർമേഷൻ എന്ന് കാണിക്കും. ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ അമർത്തി പിടിക്കുക. യെസ്, കണക്റ്റഡ് ആയി. ഗെറ്റ് സ്റ്റാർട്ട് എന്ന് അമർത്തുക. സോ നമുക്ക് അതിൻ്റെ ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ചെയ്യാം. സോ അതിൻ്റെ അപ്പോൾ അവർ പറയും, ഞാൻ പറഞ്ഞില്ല നേരത്തെ ആദ്യം വേർഷൻ 8 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. സോ അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ ഡൗൺലോഡ് അപ്ഗ്രേഡ് പാക്കേജ് ഡൗൺലോഡഡ് ആയി. പക്ഷേ ഈ അപ്ഗ്രേഡ് ബട്ടൺ ഇല്ല, അതൊന്ന് അമർത്തി കൊടുക്കുക. ഇതാണ് അപ്ഡേറ്റ്. പിന്നെ അപ്ഗ്രേഡ് നൗ എന്നുണ്ടാവും, ഈ ഒരു ബട്ടൺ അമർത്തുക. സോ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനൊന്ന് സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്തതിന് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. മീൻസ് ഒരു 30 മിനിറ്റ്സിൻ്റെ അടുത്തെത്തും കേട്ടോ. സോ ഇതിൽ വേർഷൻ 8 വരാൻ പോണ ഫീച്ചേഴ്സാണ് ആഡ് ഹേർട്ട് റേറ്റ് റിമൈൻഡർ ഫോർ ഫങ്ഷൻസ്, പിന്നെ ആഡ് മ്യൂസിക് കൺട്രോൾ. ഇതിലാദ്യം കൺട്രോളർ ഒന്നും ഇല്ല, ഞാൻ കാണിച്ചു തരാം. ഒന്നും അങ്ങനത്തെ ഒരു ഓപ്ഷൻ തന്നെ ഇല്ല. പിന്നെ ആഡ് സ്റ്റോപ്പ് വാച്ച് ഫംഗ്ഷൻ, നമുക്ക് സ്റ്റോപ്പ് വാച്ചിൻ്റെ ഫംഗ്ഷൻ ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിൻ്റെ ഒരു ഓപ്ഷനാണ് ഇത് വരുന്നത്. പിന്നെ ഫിക്സ് സം നോൺ ബഗ്സൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹേർട്ട് റേറ്റ് റിമൈൻഡർ എന്ന ഫംഗ്ഷൻ ഉണ്ട്. സോ ഓക്കെ, ഞാൻ അത് ഇതൊക്കെ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്ഗ്രേഡ് ആവട്ടെ, ഇപ്പോൾ 1% ആയിട്ടുള്ളൂ. സോ വാച്ചിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇതാണ് ഇൻ്റർഫേസാണ് വരിക. അതിൻ്റെ ഇടയിൽ ഒരു ഇത് അപ്ഡേറ്റ് ചെയ്യും. ഓരോ ഇതിൽ പറഞ്ഞത് മീൻസ് ഒരു 3 സെക്ഷൻ ഉണ്ട്. അല്ല 2 സെക്ഷൻ മീൻസ് കുറച്ച് സമയം എടുക്കും. ഒരു സെക്ഷനിൽ വേറൊന്ന്, രണ്ടാമത്തെ സെക്ഷൻ വേറൊന്ന്, അങ്ങനെ ആയിട്ടാണ് ഇത് വരിക കേട്ടോ. അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. സോ ഇത് രണ്ടാമത്തെ സെക്ഷനിൽ എത്തിക്കണേ കണ്ട, അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നത്. ഇത് രണ്ടാമത്തെ സെക്ഷനാണ് കേട്ടോ. ഇത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇതിൽ ചെറിയ ഒരു കുറച്ച് സമയം ഇപ്പോൾ ഇത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഓഫ് ആവും, ഇന്ന് റീസ്റ്റാർട്ട് ആവുകയാണ്. റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്, ബാക്കി കാണിച്ചു തരാം. സോ ഇത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒന്ന് ബാക്ക് അടിക്കുക. മനസ്സിലാവും, സ്റ്റോപ്പ് വാച്ച് കണ്ട, ഫൈൻ ഫോൺ, അങ്ങനത്തെ ഓരോ ഓപ്ഷൻ വന്നിട്ടുണ്ട്. കാണിച്ചുതരാം. ഇപ്പോൾ വേർഷൻ 8 ആണ് ഫ്രണ്ടിലെ. ഞാൻ ബാക്കി ഇതിൻ്റെ ആപ്പിൽ വെച്ചുള്ള സിസ്റ്റംസ് ഞാൻ കാണിച്ചു തരാം. അത് എടുക്കുക. അതിന് ശേഷം അപ്പോൾ ഇവിടെ വാച്ച് ഫേസ്, ഈ ഒരു വാച്ച് ഫേസ് ആണ് കാണിച്ചു തരാം. ഇതാണ് ഇതിന് ഈ വാച്ച് ഫേസ് എന്നൊരു ബട്ടൺ അമർത്തിയതിന് ശേഷം ഇതിൽ ഈ ഒരു 5 വാച്ച് ഫേസസ് ഉണ്ട്. ഇതിൽ സെറ്റ് സക്സസ്ഫുള്ളി കണ്ട. അപ്പം ഞാൻ ഇപ്പോൾ ഇതാക്കുകയാണെങ്കിൽ ഇതായിട്ടുണ്ടാവും. ഇത് അങ്ങനെ ഓരോ വാച്ച് ഫേസസ് ഉണ്ട്. സോ ഞാനത് സെലക്ട് ചെയ്യണം. ഇത് കോൾ റിമൈൻഡേഴ്സ് ആണ്. കോൾ വിളിച്ച് കഴിഞ്ഞാൽ അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ കോൾസ് എല്ലാതും ഇതിൽ റിമൈൻഡ് ചെയ്യും. എല്ലാം കൊടുക്കുക. നോട്ടിഫിക്കേഷൻസ് ആണിത്. നോട്ടിഫിക്കേഷൻസ് എന്നുള്ളൊരു ബട്ടൺ ഓൺ ആക്കിയിടുക. സോ അതിങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വരും, നോട്ടിഫിക്കേഷൻ ആക്സസിലേക്ക് വരും. ഇപ്പോൾ ഞാൻ റിയൽമി ലിങ്ക് നമ്മളെ ഈ റിയൽമിയുടെ വാച്ചിൻ്റെ ആപ്ലിക്കേഷനിൽ ഓൺ ആക്കിയിടുക, എനേബിൾ ചെയ്തിടുക, എല്ലാം കൊടുക്കുക, ബാക്ക് അടിക്കുക. സോ നോട്ടിഫിക്കേഷൻ ഇവിടെ ചോദിക്കും. ഇവിടെ അതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും ഓൺ ആക്കിയിടാം. സോ ഞാൻ ഒന്ന് ഓൺ ആക്കിയിട്ടില്ല. ഇതിൽ വേണമെങ്കിൽ വാട്സാപ്പ്, ഫേസ്ബുക്ക് അങ്ങനത്തെ ഓരോന്ന് ഓൺ ആക്കിയിടാം. ഇത് ഗെറ്റപ്പ് റിമൈൻഡറാണ്. 1 ഹവറിൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് റിമൈൻഡ് ചെയ്യും. അത് എല്ലാ ഇപ്പോഴത്തെ എല്ലാ സ്മാർട്ട് ബാൻഡിലും സപ്പോർട്ടഡ് ആണ്. പിന്നെ
അലാറം ആണെങ്കിൽ ഇത്ര ദിവസം റിപ്പീറ്റ് ചെയ്യണം. അലാറത്തിൻ്റെ പേര് വേണമെങ്കിൽ മാറ്റാം. നമുക്ക് വേണമെങ്കിൽ ഗോ ടു ബെഡ്, എക്സസൈസ്, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. സോ ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. പിന്നെ വാട്ടർ റിമൈൻഡർ ആണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു സമയത്തിനുള്ളിൽ വെള്ളം കുടിക്കണം എന്നുള്ള നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് അത്ര വെള്ളം കുടിക്കാനുള്ള ഒരു സമയം കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിമൈൻഡർ നല്ലതാണ്. ബാക്ക് അടിക്കുക. പിന്നെ 24 ഹവർ ഹേർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണ്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. വാച്ചിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാൻ സാധ്യതയുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓണാക്കിയിടാം. ഇത് എന്ന് പറഞ്ഞാൽ 24 ഹവേഴ്സ് ഓണായിരിക്കും. ഞാൻ 5 മിനിറ്റ്സ് ഇതിൽ കൊടുക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സ് ആകുമ്പോൾ ഇങ്ങനെ ഓണായിക്കൊണ്ടേയിരിക്കും ഈ സെൻസർ. സോ അടുത്തേക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡാണിത്. ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും വൈബ്രേഷൻ അലാറം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കാണിക്കില്ല, വൈബ്രേറ്റ് ചെയ്യില്ല. പിന്നെ എക്സസൈസ് മോഡ് ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിലിപ്പോൾ ആഡ് ചെയ്തിരിക്കണത് ക്രിക്കറ്റ്, യോഗ, റണ്ണ്, ഈ മൂന്നെണ്ണേ ഉള്ളൂ. ഞാൻ വഴി എന്തിൽ കാണിക്കണം, ക്രിക്കറ്റ്, യോഗ, റണ്ണ് കാണിച്ചുതരാം. യോഗ, റണ്ണ് കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഈ ഒരു പ്ലസ് ബട്ടൺ അമർത്തി കൊടുത്തിട്ട് ഇതിൽ ഒരു 3 സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ക്രിക്കറ്റ് ഒഴിവാക്കി, യോഗ ഒഴിവാക്കി, റണ്ണിങ് ഒഴിവാക്കി. അപ്പോൾ റണ്ണിങ് ഒഴിവാക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് 5 മിനിറ്റ്സ് ഞാൻ പറഞ്ഞില്ലേ, 5 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് സെൻസർ ഓൺ ആയിക്കൊണ്ടിരിക്കും. കണ്ടില്ല, അപ്പോൾ ഓണായത്. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സൈക്ലിങ് സെലക്ട് ചെയ്ത്, പിന്നെ വർക്കൗട്ട് സെലക്ട് ചെയ്ത്, പിന്നെ ഞാനിപ്പോൾ ഒരു റണ്ണിങ് സെലക്ട് ചെയ്തു. ഈ ഒരു 3 നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ അതിൽ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ വേണമെങ്കിൽ മാറ്റാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ സൈക്ലിങ് വെച്ച്, പിന്നെ വർക്കൗട്ട്, പിന്നെ റണ്ണിങ്, അങ്ങനെയാണ് വെച്ച്. പിന്നെ ഒന്ന് ബാക്ക് അടിക്കാം. പിന്നെ റൈസ് ടു വേക്ക് ഇത് അതിൻ്റെ ടൈമിംഗ് ആണ്. 7 മണി മുതൽ 10 മണി PM വരെ. ഇത് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ കൈമ കെട്ടുകയാണെങ്കിൽ ഇത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണിത് റൈസ് ടു വേക്ക്. ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കൈ ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കും. പിന്നെ ഓട്ടോ ഡിക്റ്റേറ്റ് എക്സസൈസ് എന്നുള്ളതുണ്ട്. വാക്കിംഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വാക്ക് ചെയ്യണമെങ്കിൽ അത് ഡിക്റ്റേറ്റ് ചെയ്ത് കാണിച്ചു തരും. പിന്നെ സെറ്റ് ഗോൾ ഞാൻ പറഞ്ഞുതരാം. മിനിമം 3000 വെക്കാൻ കഴിയുള്ളൂ, കാരണം അതിൻ്റെ അടിക്ക് കുറക്കാൻ കഴിയില്ല. പിന്നെ മാക്സിമം എന്നുള്ളത് 30,000 സ്റ്റെപ്സ് ആക്കാം. ഇപ്പോൾ 3000 സ്റ്റെപ്പ് ആണെങ്കിൽ അത് 3000 സ്റ്റെപ്പ് നിങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിമൈൻഡർ കാണിക്കും. പിന്നെ ലാംഗ്വേജ് ഇപ്പോൾ ഇംഗ്ലീഷ് സിസ്റ്റം ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ഉണ്ട്, ഇന്തോനേഷ്യൻ ഉണ്ട്, ഫിലിപ്പീൻ ഉണ്ട്, പിന്നെ അങ്ങനെ പല ലാംഗ്വേജസ് ഉണ്ട്. പക്ഷേ ഇനി വേണമെങ്കിൽ ലാംഗ്വേജ് വരും, അടുത്ത അപ്ഡേഷനിൽ പറയാൻ കഴിയില്ല. പിന്നെ ബ്രൈറ്റ്നസ് ആണ്. ഈ ഒരു വാച്ചിൻ്റെ ബ്രൈറ്റ്നസ് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുത്ത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞ് കണ്ടോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ ഒന്ന് കൂട്ടി കൊടുക്കാം. നല്ല കൂട്ടി കൊടുത്തൊന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂടി. പിന്നെ ഇത് നൈറ്റ് ബ്രൈറ്റ്നസ് ആണ്. നൈറ്റ് ബ്രൈറ്റ്നസ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത്ര സമയം മുതൽ ഇത്ര വരെ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ നൈറ്റിൻ്റെ ഒരു സമയം ആഡ് ചെയ്യണമെങ്കിൽ അത്ര സമയത്തിനുള്ളിൽ. വീഡിയോ ഒന്ന് കുറച്ച് ലെങ്തി ആയി, അതുകൊണ്ട് ഞാൻ ലാംഗ്വേജ് വരെ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ദിവസം ഞാൻ പറഞ്ഞു തരാം. സോ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നല്ലത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പേര് ഞാൻ കൂടി പറഞ്ഞുതരാം. റിയൽമി ലിങ്കാണ് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.